രാഷ്ട്രീയക്കാരൻ, സിനിമാ നടൻ, അങ്ങനെ പല ഫേസുകളുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെയുള്ള കെ ബി ഗണേഷ് കുമാറിന് സാഹിത്യവുമായിട്ടുള്ള ബന്ധം എന്നാണ്. ഞാൻ ഒരുപടി വായിക്കും, എല്ലാത്തരം ബുക്കുകളും വായിക്കും. അങ്ങനെ ക്ലാസിക് അങ്ങനെയൊന്നുമില്ല, എല്ലാ ബുക്കുകളും വായിക്കും, എല്ലാത്തരം ബുക്കുകളും. എനിക്ക് പല സ്ഥലത്ത് ചെല്ലുമ്പോൾ കവിത വായിക്കാനൊക്കെ ഇങ്ങനെ തരും, സ്റ്റേജിൽ വെച്ചൊക്കെ പുതിയ ചില എഴുത്തുകാരുടെ ഇതെല്ലാം ഞാൻ ഇന്ന് വായിക്കാറുണ്ട്. കഥകളും കവിതകളും എല്ലാം വായിക്കും. അപ്പൊ എന്റെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഈ വായനയിൽ നിന്ന് ഞാൻ ആർജിച്ച ഒരു വായന കുറയുമ്പോൾ എന്റെ പ്രസംഗം മോശമാവും ഞാൻ തന്നെ വിലയിരുത്തുന്നു. ഞാൻ ഈ വായനയിൽ കിട്ടുന്ന പല കാര്യങ്ങളും മാറ്റി വായിക്കും. ചെറിയ ബുക്കുകൾ, കുഞ്ഞുങ്ങൾ വായിക്കുന്ന ചില ബുക്കുകളൊക്കെ അതായത് ഞാൻ ഒരു സംഭാഷണത്തിൽ കേട്ടിട്ടുണ്ട്, ബാലരമ ഡൈജസ്റ്റ് ഒക്കെ വരുത്തി വായിക്കുന്ന ആളാണ്. പക്ഷെ അത് നമ്മൾ അതിന്റെ കുറച്ച് കാണാനല്ല, അതെന്ന് വെച്ചാൽ പോയിന്റുകൾ നമുക്ക് കിട്ടുക. ആ പോയിന്റിനെ നമ്മൾ കൃത്യമായി പ്ലേസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രസംഗം നന്നാണ്. ഒരു അറിവാണ് നമ്മൾ കേട്ടിരിക്കുന്നവർക്ക്. ഒരു പ്രസംഗം എന്ന് പറയുന്നത് വധമാകരുത്. നമ്മൾ കേട്ടിരിക്കുന്നവർക്ക് അതൊരു പുതിയ അറിവായിരിക്കും. ആ അറിവെന്ന് പറയുന്നത് നമ്മൾ എവിടെന്നെങ്കിലും ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചെടുക്കുന്ന അറിവായിരിക്കും. ആ അറിവ് അവരുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അവർക്കൊരു വലിയ സന്തോഷമുണ്ട്. കാരണം ഞാൻ അറിയാത്തൊരു പുതിയ കാര്യം എനിക്ക് ഗണേഷ് കുമാറിന്റെ പ്രസംഗത്തിൽ നിന്ന് കിട്ടിയല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം. ഈ വായന മരിക്കുന്നു എന്നുള്ള ഒരു കരച്ചിൽ ഭയങ്കരമായിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? മടിയന്മാരുടെ അടുത്ത് വായന മരിക്കും എളുപ്പത്തിൽ. ഈ ഞാനും നോക്കിയിട്ടുണ്ട്, കിൻഡലിൽ വായിക്കാൻ നോക്കിയിട്ടുണ്ട്, പിന്നെ ഫോണിൽ വായിക്കാൻ നോക്കിയിട്ടുണ്ട്. അതൊന്നും അത്ര സുഖമുള്ളതല്ല, കുറച്ച് കഴിയുമ്പോൾ മടുക്കും. പക്ഷേ ഒരു പുസ്തകം വായിച്ച് പേജ് മറിച്ചും ആ പുതിയ ബുക്കിന്റെ ഒരു മണം, ബുക്സിൽ പോയി പുതിയ ബുക്ക് വാങ്ങിക്കുമ്പോൾ അതിന്റെ ഒരു മണമുണ്ട്. ആ മണം ഹരം പിടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അനുഭവിച്ച് ഇങ്ങനെ മറിച്ച് മടക്കി ഇടയ്ക്ക് ഒരു മാർക്കർ വയ്ക്കുക, അത് മാർക്ക് ചെയ്തിട്ട് വീണ്ടും തുറന്ന് വായിക്കുക, എവിടെയാണോ നിർത്തിയത്. അപ്പൊ നമ്മുടെ മെമ്മറിയിൽ എവിടെയാണോ ശരി നമ്മൾ ഇവിടെയാണ് നിർത്തിയത്, ഇതിന്റെ തുടർച്ചയാണ്. ഇത് ബുദ്ധിയില്ലായ്മ ഉണ്ടാക്കും. ഇത് വായിച്ചില്ലെങ്കിൽ ഉള്ള കുഴപ്പം ഈ മാർക്ക് വെച്ചിട്ട് നമ്മൾ പോയില്ലേ, പിന്നെ നമ്മൾ തുറന്ന് വായിക്കും, അത് കണ്ടിന്യൂഷൻ നമുക്ക്. നമ്മൾ ഇന്നത്തെ ഒരു തിരക്കിട്ട ജീവിതത്തിനിടയിൽ ഇത് നമുക്ക് ആ വായിച്ച് നിർത്തിയ സ്ഥലം മുതൽ പിന്നെ അങ്ങോട്ട് എന്താണെന്ന് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ ബുദ്ധി പോയി എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഈ OTT സിനിമ കാണാറുണ്ട്. ചില സിനിമകൾ ഒരു പകുതിക്ക് നിർത്തിയിട്ട് നമ്മൾ പോകും. രണ്ടാമത് ഒരു 5-6 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇതിന് ബാക്കി തുടരാന്ന് വിചാരിക്കുമ്പോൾ ഈ തുടക്കം എന്തായാലും സത്യത്തിൽ നമ്മൾ മറന്നു. അത്രത്തോളം നമ്മുടെ ലൈഫ് ബിസിയാണ്. മന്ത്രി ഭയങ്കര തിരക്കുള്ള ഒരു മനുഷ്യനാണ്. എങ്ങനെ വായിക്കാൻ സമയം കിട്ടും? ഞാൻ രാത്രിയാണ് വായിക്കുന്നത്. എത്ര വൈകി വന്നാലും ഒരു അരമണിക്കൂർ വായിച്ചിട്ട് അങ്ങനെ അങ്ങ് ഉറങ്ങും. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഈ പുസ്തകം കണ്ടാൽ ഉറക്കം വരുന്ന അസുഖം. അതുകൊണ്ട് ഇതൊരു ശീലമാക്കി. വായന മാത്രമുള്ള എഴുതാനുള്ള ഒരു എഴുതാൻ പറ്റും. കാരണം പറയുന്ന കാര്യങ്ങൾ എഴുതാൻ പറ്റും. നമ്മളൊരു സാഹിത്യ സൃഷ്ടിയായിട്ട് എഴുതാനൊന്നും പറ്റത്തില്ല. അപ്പൊ നമ്മള് മൈക്കിലൂടെ പ്രസംഗത്തിൽ പറയുന്ന ഒരു കാര്യം എഴുതിയെടുത്താൽ, ഒരാൾ വന്നൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് എഴുതിയെടുത്താൽ കൃത്യമായിട്ട് എഴുതാൻ പറ്റും. കാരണം വായിച്ചുള്ള പരിചയമാണ്. ഏതൊരു വിഷയത്തെയും വളരെ സമഗ്രമായിട്ട് സമീപിക്കുന്ന ഒരാളാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രസംഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം വില്ലേജ് ഓഫീസിൽ ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സഭയെ അഭിസംബോധന ചെയ്യാൻ വളരെ ഗഹനമായിട്ടാണ് സംസാരിക്കാറ്. കവറിങ് എവറി ഫേസ്. അത് ആ ഒരു ക്ഷമത ആദ്യം മുതലേ വികസിപ്പിച്ചുകൊണ്ടാണ്. ഇല്ല, അത് നമ്മൾ പഠിച്ചെടുത്തെന്ന് വെച്ചാൽ അത് ജന്മവാസന ഉണ്ടായിരിക്കാം കുറച്ച്. പിന്നെ മാത്രമല്ല നമുക്ക് മറ്റുള്ളവരെ ഹിയർ ചെയ്യാനും അവരുടെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാം. അതൊരു ഒരു കഥാകൃത്തിന് ഉണ്ടാകുന്ന ഒരു കഴിവ്. കാരണം കഥാകൃത്തുക്കൾ മറ്റുള്ളവന്റെ ജീവിതം പഠിക്കുക, ഒബ്സർവ് ചെയ്യുക. അപ്പൊ ഞാനെപ്പോഴും പറയാറുണ്ട്, ഒരു നോവൽ വായിക്കുമ്പോൾ നമുക്ക് ഇപ്പൊ ഒരു ഇംഗ്ലീഷ് ഒരു ജാപ്പനീസ് എഴുത്തുകാരൻ്റെ ഒരു നോവലാണ്, അതിന്റെ ട്രാൻസ്ലേഷനാണ് നമ്മൾ വായിക്കുമ്പോൾ അവിടുത്തെ ഒരു ഫാമിലി ലൈഫ്, അവരെ വികാരങ്ങൾ, വിചാരങ്ങൾ, അവർ തമ്മിലുള്ള തർക്കങ്ങൾ, അവർ തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങൾ, ഇവയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ രീതി ആയിരിക്കില്ല, വേറൊരു ലോകമാണ്. അവരുടെ കുടുംബ സെറ്റപ്പുകൾ വേറെ ആയിരിക്കും. അപ്പൊ ഈ ഫാമിലി സെറ്റപ്പ് എല്ലാം മാറുന്നത് നമുക്ക് ഈ കഥയിലൂടെ. അപ്പൊ നമ്മൾ ഒരു വലിയ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക്, ജപ്പാനിലെ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് നമ്മൾ നുഴഞ്ഞു കയറുക. അപ്പൊ അതിനല്ലോ. അപ്പൊ അതിൽ നിന്നറിയാം, ഒരാൾ നമ്മുടെ മുമ്പിൽ നിന്ന് കരയുമ്പോൾ, പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ, ആ സങ്കടം എന്തെന്ന് ഒരു നിമിഷം നമ്മളൊരു പരകായ പ്രമേശം ചെയ്യാം. ഞാൻ അങ്ങനെയാണ്. ഒരമ്മ എൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞാൽ അവരായി മാറും ഒരു നിമിഷം. എന്തിനാണ് ഈ അമ്മ കരയുന്നത്? ഞാൻ അവരുടെ സ്ഥാനത്താണെങ്കിൽ എങ്ങനെ ഇരിക്കുന്നു മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോൾ ഒരു സിൻസിയറിറ്റി കൂടി. അത് എപ്പോഴും പറ്റത്തില്ല. ചില സമയങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ഒരു സത്യാവസ്ഥ ബോധ്യപ്പെടുമ്പോൾ നമ്മളൊരു നിമിഷം അങ്ങോട്ട് ഇറങ്ങിയിരിക്കും. വെറുതെ എല്ലാവർക്കും എതിരെ പരാതി അയക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. സങ്കടം എന്ന് പറയുന്ന ഒരു വികാരം, മറ്റുള്ളവരെ ഒരു വികാരങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നല്ലൊരു. എന്തായാലും വായനയും പ്രവർത്തികളും ഒക്കെ തുടരട്ടെ. ചെറിയൊരു സംഭാഷണമായിട്ട് ഉദ്ദേശിച്ചു.